2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ മൊബൈൽ ഫോൺ കാണിക്കാനായിട്ട് പാടില്ല എന്ന് പറയാറുണ്ട് അല്ലേ? മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ലാപ്ടോപ്പ്, ഇതെല്ലാം ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ? ഹായ് ദേ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വയസ്സ് വരെയുള്ള സമയം വളരെ ക്രൂഷ്യലാണ് കുഞ്ഞുങ്ങൾക്ക്. ഒത്തിരി ഡെവലപ്മെൻറ്റ് അവർക്ക് സംഭവിക്കുന്ന സമയമാണിത്. അവർ ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു, സൗണ്ടുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ചേഞ്ചുകൾ, ഭാവമാറ്റങ്ങൾ അവർ നോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ തിരിച്ച് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ടോണിൻ്റെ ചേഞ്ച് ഇല്ലേ, ഇതെല്ലാം അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയമാണിത്. പല പേരൻസും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ച് നേരം കരയാതിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇത് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരത് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ സ്ക്രീനിലുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന കളേഴ്സും അതിലുള്ള സൗണ്ടും ഒക്കെ കുഞ്ഞുങ്ങൾ കുറച്ച് അട്രാക്റ്റഡ് ആവും എന്നല്ലാതെ അവർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു 2 വയസ്സിന് താഴെ അതിൽ നിന്നും, സ്ക്രീനിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. നമ്മുടെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീഡിയാട്രിക്സ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണല്ലേ നമ്മുടെ ഹെൽത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് അതാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് അവരുടെ ബ്രെയിനിൻ്റെ ഹെൽത്തായിട്ട് മാറുന്നത്. അതായത് നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് അവരുടെ ബ്രെയിനിനുള്ള ജങ്ക് ഫുഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും TV കാണുന്നില്ലെങ്കിലും അതിങ്ങനെ ചുമ്മാ ഓൺ ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? ഇങ്ങനെ ചെയ്യുന്നത് കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ സാമൂഹികമായിട്ട് ഇടപഴകുന്നതൊക്കെ കുറച്ചിട്ട് കുഞ്ഞിൻ്റെ കയ്യിലൊരു ഫോൺ കൊടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കുഞ്ഞിനെ TV ഒക്കെ കാണിച്ച് തുടങ്ങുകയാണ്. 2 വയസ്സിന് മുന്നേ ഒക്കെ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിസത്തിൻ്റെ പോലെയുള്ള സിംറ്റംസ്, അതായത് ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവുന്നു. പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റിനെ ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്.